സർ, ബംഗ്ലാദേശിൽ നടക്കുന്നത് ഹിന്ദു ഹത്യയാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഓരോ ദിവസവും അതിൻ്റെ വ്യാപ്തി കൂടിക്കൂടി വരുന്നു. പലരും രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ശങ്കർ ചന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കുടുംബവും ഓടി ഇന്ത്യയിലേക്ക് വരുന്നു. പക്ഷേ നിയമപരമല്ലാത്തതുകൊണ്ട് ഇന്ത്യൻ സർക്കാർ അതിനെ തടയുകയും അവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് അയക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ശങ്കർ ചന്ദ്ര സർക്കാർ പറയുന്നത് എന്നെ അങ്ങോട്ടേക്ക് അയക്കരുത്, ഞാൻ ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞോളാമെന്ന്. അങ്ങനെ ഒരാൾ പറയണമെങ്കിൽ എത്ര ക്രൂരമായ നടപടികളായിരിക്കും അവിടെ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വംഗബന്ധു മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശ്, സത്യത്തിൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ആളും അർത്ഥവും കൊടുത്ത് അതിനെ സഹായിച്ചു എന്ന് പറയാവുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഞാനൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് നടക്കുന്നത്. ആ സമരം നമ്മൾ ജയിച്ചു. മുക്തിവാഹിനി എന്നായിരുന്നു ആ സമരത്തിൻ്റെ അതിനകത്ത് പേര്. മുജീബുർ റഹ്മാനാണ് അത് നയിച്ചത്. അത് വന്നതെന്ന് വെച്ചാൽ വളരെ ക്രൂരമായ രീതിയിൽ പശ്ചിമ പാകിസ്ഥാൻ, ഈ കിഴക്കൻ പാകിസ്ഥാനാണ്, വളരെ ക്രൂരമായ രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ആ ചൂഷണത്തിനെതിരെയുള്ളൊരു സമരമായിട്ടാണ് അത് വരുന്നത്. അങ്ങനെയാണ് അത് രണ്ടാമതായിട്ട് വരുന്നത്. പിന്നെ ഒന്ന് ആ അറ്റത്തും വേറൊന്ന് ഈ അറ്റത്തും കിടക്കുന്നു എന്നൊരു ഇതും കൂടി വന്നു. അപ്പോഴാണത് വരുന്നത്. അതിന് ഇന്ത്യ ഗവൺമെൻറ് ഒരുപാട്, മാത്രമല്ല വേറൊരു കാര്യം നിങ്ങൾക്കിപ്പോൾ അറിയില്ല, ഈ 5 രൂപയുടെ ഒരു സ്റ്റാമ്പ് അടിച്ചിറക്കി. എന്തിനാണെന്നറിയാമോ? ബംഗ്ലാദേശിൽ നിന്നും ഇവിടെ വന്ന അഭയാർത്ഥികൾക്ക് ആഹാരം കൊടുക്കുന്നതിന് പണം ഉണ്ടാക്കാൻ ടാക്സ് കൊടുത്ത് ഇന്ത്യക്കാർ. ആ ടാക്സ് കൊടുത്ത പണം കൊണ്ടാണ് അന്ന് അവർ നിലനിന്നതും പിന്നെ അവരങ്ങോട്ട് ബംഗാളിലേക്ക് പോയതും അവിടെ പോയിട്ട് വലിയൊരു ഇതുണ്ടാക്കിയതും. പക്ഷേ അപ്പോൾ ഉണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ്റെ നിയമത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു മതരഹിതമായ അല്ലെങ്കിൽ മതേതരമായ ഒരു രാഷ്ട്ര സംവിധാനമാണ് അവിടെ ഭാവന ചെയ്ത് നടപ്പിലാക്കിയത്. ഈ മതേതരമായ രാഷ്ട്ര സംവിധാനം ഭാവന ചെയ്ത് നടപ്പിലാക്കിയപ്പോഴും അവിടുത്തെ മൈനോറിറ്റികളുടെ അംഗസംഖ്യ നിരന്തരം കുറഞ്ഞുകൊണ്ടിരുന്നു എന്ന കാര്യവും മറക്കരുത്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമല്ല അവിടെ ഉള്ളത്. ക്രിസ്ത്യാനിയുണ്ട്, യഹൂദന്മാരുണ്ട്, ജൈനന്മാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, സിഖ് മതക്കാരുണ്ട്. ഇവരുടെ എല്ലാം അംഗസംഖ്യ നിരന്തരം കുറഞ്ഞുകൊണ്ടിരുന്നു. 22% ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇപ്പോൾ കഷ്ടി 7% ഉള്ളു. ബാക്കി 15% പേര് അവിടെ ഇല്ലാതെയായി. അവിടെ ഇല്ലാതെയായി എന്ന് മാത്രമല്ല, ഈ 15% പേരുടെ വസ്തുവകകൾ അവിടുത്തെ ഇസ്ലാമിക ഫോഴ്സ് പിടിച്ചടക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും പേരിന് ഒരു സെക്കുലറിസം അവിടെ ഉണ്ടായിരുന്നു. കാരണം നിയമപരമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ മതസ്ഥാപനങ്ങളും അവരുടെ സ്ഥാപനങ്ങളും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നൊരു നിയമം അവിടെ ഉണ്ടായിരുന്നു. യൂനസ് അധികാരത്തിൽ വന്നതിന് ശേഷം നഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ആ നിയമം ഇപ്പോൾ പ്രാബല്യത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. യൂനസ് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു നിയമം ഇപ്പോഴില്ല. യൂനസ് പറയണ ഹിന്ദു വംശഹത്യ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്ന് വെച്ചാൽ, ഋതിക് ഘടക് എന്ന് പറയുന്ന വലിയ സിനിമക്കാരൻ ബംഗാളിയാണ്. മാത്രമല്ല അദ്ദേഹം വളരെ വലിയ, ഈ സത്യജിത്രയെ പോലെ തന്നെ വളരെ അവഗാഹമുള്ള സിനിമാക്കാരനാണ് ഋതിക് ഘടക്. ഘടക് ദ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. MT വാസുദേവൻ നായർ തുടങ്ങി ഇങ്ങോട്ട് ജോൺ എബ്രഹാം മുതൽ ഇങ്ങോട്ട് അവിടെ പോയിട്ട് ബംഗാൾ സിനിമയെക്കുറിച്ച് പഠിക്കുകയും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയും ചെയ്തിട്ടുള്ള എല്ലാവരും വളരെ ആരാധനയോടെയാണ് ഋതിക് ഘടകിനെ കുറിച്ച് പറയുന്നത്. ഈ ഋതിക് ഘടകിൻ്റെ കുടുംബ വീട് ധാക്കയിലായിരുന്നു. ഈ ഹസീന അധികാരം വിട്ടൊഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം അത് മുഴുവൻ ബുൾഡോസർ വെച്ച് ഇടിച്ച് തകർത്ത്. ഇതൊരു സെക്കുലർ ആക്ടിവിറ്റി ആണെന്ന് സമ്മതിക്കണം എന്നാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ പറയുന്നത്. അതിനൊരു സെക്കുലർ ആക്ടിവിറ്റി ആയിട്ട് കാണാൻ എനിക്ക് കഴിയുന്നില്ല. കുഴപ്പം എൻ്റേതായിരിക്കാം, കഴിയുന്നില്ല. സാമാന്യ ലോജിക്ക് വെച്ച് എങ്ങനെ പറയാൻ പറ്റും ഇത്? അപ്പോൾ അങ്ങനെ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ
അതിനെ മുഴുവൻ അടിച്ചമർത്തുകയും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും അവരുടെ ക്ഷേത്രങ്ങൾ മാത്രമല്ല പൂജാവിധികളെ തകിടം മറിക്കുകയും ജീവിത രീതികളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അവിടെ നിൽക്കുകയാണ്. ചുരുക്കത്തിൽ ജീവനും സ്വത്തിനും അവിടെ സംരക്ഷണമില്ല. ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്തത് കൊണ്ടാണ് ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ ശങ്കർ ചന്ദ്ര സർക്കാർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ജീവനും കൊണ്ട് ഓടി വന്നു. അദ്ദേഹത്തിന് അവിടെ ഭൂമിയും വസ്തുവകകളൊക്കെ ഉള്ളതാണ്. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ അങ്ങോട്ട് പോകൂ പറഞ്ഞിട്ട് പറഞ്ഞു വേണ്ട എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തല്ല ജീവൻ തന്നെ പോകും, അതുകൊണ്ട് എന്നെ ബംഗ്ലാദേശിലേക്ക് വിടരുത്, അതിന് പകരം ഞാൻ ഇവിടുത്തെ ജയിലിൽ കഴിഞ്ഞുള്ളൂ, ഇവിടുത്തെ ജയിലാണ് ബംഗ്ലാദേശിലെ തുറന്ന ജീവിതത്തേക്കാൾ ഭേദം എന്ന് ഒരു മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ മതസൗഹാർദ്ദം എത്ര വലുതായിരിക്കണം, അയാൾ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാണ്. ഇത് ഒരു ശങ്കർ ചന്ദ്ര സർക്കാരിൻ്റെ മാത്രമല്ല, ഇങ്ങനെ ലക്ഷക്കണക്കിന് പേര് ഇന്നവിടെ പെരുവഴിയിൽ അനാഥരായിട്ട് നിൽക്കുകയാണ്. ശ്രീകൃഷ്ണൻ ദൈവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ശ്രീകൃഷ്ണൻ ദൈവമാണെന്ന് പറയുന്ന ഒരുത്തൻ പരമകാരുണികനായ അല്ലാഹുവിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാണ്. ഇസ്ലാമിക മത മൗലികവാദം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതര മതങ്ങളുടെ അവസ്ഥ എന്താണ്? വളരെ പരിതാപകരമായിരിക്കും. ഇസ്ലാമിക രാജ്യം ഉണ്ടെങ്കിൽ ആ ഇസ്ലാമിക രാജ്യത്ത് ഇതര മതസ്ഥരെ ഒന്നാംകിട പൗരന്മാരാണോ സമന്മാരാണോ രണ്ടാംകിട പൗരന്മാരാണോ? രണ്ടാംകിടയൊന്നും പറയാൻ പറ്റില്ല, 3, 4 എന്നൊക്കെ പറയേണ്ടി വരും. അത് ഏത് രാജ്യമായാലും ഇസ്ലാമിക രാജ്യമാണോ അവിടെ ഇസ്ലാം അല്ലാത്തവരെല്ലാവരും ഷിർക്കുകളാണ്. ഷിർക്ക് എന്നാണ് അവർ പറയണത്. ആരാണ് ഷിർക്ക്? ദൈവനിന്ദകനാണ്. അങ്ങനെയാണ് പറയുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാസ്ഫമി, ദൈവനിന്ദ പരിപാലിക്കുന്നവനാണ്. ഇവിടെയൊക്കെ കാഫിർ എന്ന് പറയുന്ന പോലെ ആ കാഫിർ പിന്നീട് വരുന്നതാണ്. ഷിർക്ക് എന്നാണ് അതിനെ പറയുന്നത്. അത് ഷിർക്കാണ്, ദൈവനിന്ദയാണെന്നാണ്. ആ ദൈവനിന്ദ ചെയ്യുന്നവനും ഷിർക്കാണ്. അവനെ പറയുന്ന വേറൊരു വാക്കാണ് കാഫിർ എന്ന് പറയുന്ന. ഇവൻ എന്താ ചെയ്യുന്നത്? ഇവൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ രൂപമില്ലാത്ത ദൈവത്തിനെ രൂപത്തിൽ സങ്കല്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യലാണ്. അതാ പറയുന്നത്. അത് പറ്റില്ല. അപ്പോൾ ബിംബാരാധന പറ്റില്ല. പിന്നെ പരമശക്തനായ ദൈവത്തിന് തുല്യനായി ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ മറ്റൊരാളെ അതിന് ദൈവമായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ആരായിരുന്നാലും അവനെ കൊല്ലണം. അത് ഖുർആൻ വിധിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ബിംബാരാധകരെയും എവിടെ വെച്ച് കണ്ടാലും അവിടെ വെച്ച് കൊല്ലണമെന്ന് പറയുന്നില്ലേ? അതിൻ്റെ കാരണം ഇതാണ്. ഇവർ അല്ലാഹുവിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഈ ഷിർക്കുകളാണ്, ഹറാമുകളാണ്. അവർ ഹലാലേ അല്ല, ഹറാമികളാണ്, കാഫിറുകളാണ്. അവരെ കൊല്ലണം. അപ്പം എൻ്റെ ദൈവം മാത്രമാണ് ശരി, ഞാനും എൻ്റെ ദൈവവും എൻ്റെ മതവും മാത്രമാണ് ശരിയെന്നും ബാക്കി ഉള്ളതെല്ലാം തെറ്റാണ് എന്നും പറയുന്നതാണ് ഹലാല്. ഹലാല് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ മറ്റേ ഏതെങ്കിലും ഒരു മല്ലാക്ക ആഹാരത്തിൽ തുപ്പിയിട്ട് കൊടുക്കുന്നതല്ല. ഹലാല് ഈ അവസാനത്തെ ഈ പ്രവാചകൻ്റെ അവസാന കാലത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഹലാല്. മദീന കൂടി കീഴടക്കിയതിന് ശേഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ ഏറ്റവും പെർഫെക്റ്റായ സമ്പൂർണമായ ഒരു ശരിയുടെ മതം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഇനി മറ്റു മതങ്ങൾ ആവശ്യമില്ല. ഇതാണ് ഹലാൽ എന്ന് പറയുന്നത്. അതാണ് ഹലാല്. അതിൻ്റെ ജീവിത രീതി, ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ആ ജീവിത രീതി, ആ ഡ്രസ് കോഡ് വരുമ്പോൾ വേറെ ഡ്രസ് കോഡ് പറ്റില്ല. ആ ഫുഡ് ഹാബിറ്റ് വരുമ്പോൾ വേറെ ഫുഡ് ഹാബിറ്റ് പറ്റില്ല. അങ്ങനെ എല്ലാം ആ രീതിയിൽ വരണം. ആ രീതിയിലുള്ള ഒരു ജീവിതം വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമികൾ. ആ ജമാഅത്തെ ഇസ്ലാമികളുടെ കൂടെ എങ്ങനെ ഇതര മതസ്ഥർക്ക് കഴിയാൻ കഴിയും? ഇതിനൊരു മറുപടി കിട്ടണ്ടേ? ഈ കാര്യത്തെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല.
ഈ കാര്യത്തെ ഈ അടുത്ത് പറഞ്ഞ അങ്ങനെയൊന്നും പറ്റില്ല, അവിടെ അവരെ സംരക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് ഒരു എങ്ങോങ്ങല്ലാത്ത ഒരു ഒഴുക്കൻ മട്ടിൽ അമ്മായിയും കുടിച്ച് EMSൻ്റെ ഭാഷയെ പറഞ്ഞ അമ്മായിയും കുടിച്ച് പാൽക്കഞ്ഞി EMS അങ്ങനെ ഒരു ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെ എല്ലാം ആയി എന്ന് പറയുന്ന ആ രീതിയിലൊരു ഒഴുക്കം മട്ടിലൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതല്ല, ഇത് ശരിയോ തെറ്റോ എന്ന് പറയണം, ഇത് പറയട്ടെ. അങ്ങനെ തുറന്നു പറയാൻ അവർക്ക് പറ്റുന്നില്ല. അല്ല, ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ ഇത് പറയണ്ടേ, അവരൊരു നിലപാട് സ്വീകരിക്കണ്ടേ ഈ കാര്യത്തിൽ? അതെ, എന്താ അവർ സ്വീകരിക്കാത്തത്? ഈ കാര്യത്തിൽ ഇവരൊരു നിലപാട് സ്വീകരിക്കണ്ടേ? അപ്പോൾ ആത്യന്തികമായി ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നിലപാട് ഒന്ന് തന്നെയാണെന്നാണ്? ഒന്ന് തന്നെയാണ് എന്നാണ് ഞാൻ പറയുക. അതാണ് ശരിയും. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തുള്ള ഒരു അമുസ്ലിമല്ല, അമുസ്ലിം ഷിർക്കാണ്. ആ ഷിർക്കല്ല, അങ്ങ് ദൂരെ 1000 ആണ്ടുകൾക്ക് അല്ല 1000 മൈലുകൾക്ക് അപ്പുറത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് അവൻ്റെ സഹോദരൻ. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അയലോക്കാരനല്ല, അവൻ ഷിർക്കായിരിക്കും അല്ലേ? അവൻ ഷിർക്കല്ലേ? ഇപ്പം ഞാൻ ഷിർക്കാണ്, കാരണം ഞാൻ ബിംബാരാധകനാണ്. ബിംബാരാധകനായ എന്നെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാം, അത് ജിഹാദിൻ്റെ ഭാഗമാണ്. അങ്ങനെ എന്നെ കൊന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അല്ലാഹു 2 ഹൂറികളെ കൂടുതൽ കൊടുക്കും. ഇങ്ങനെ വിചിത്രമായ സങ്കല്പം അവർ വെച്ച് പുലർത്തിക്കോട്ടെ. അപ്പോൾ ആ ഒരു സമൂഹത്തിൽ ഇതര മതസ്ഥർ എന്ന് പറയുന്നത് നിലനിൽക്കാത്ത കാര്യമാണ്. അത് നിലനിൽക്കില്ല, അതിന് സ്കോപ്പില്ല, സ്പേസ് ഇല്ല. ഇതര മതസ്ഥർ അവിടെ നിലനിൽക്കേണ്ട ഒരാവശ്യവുമില്ല. അതാണ് ഈക്വൽ സ്റ്റാറ്റസിൽ എവിടെ നിൽക്കുന്നുണ്ട്? പാകിസ്ഥാനിലുണ്ടോ? എവിടെയുണ്ട്? നിങ്ങളൊരു ഇസ്ലാമിക രാജ്യം പറഞ്ഞിട്ട് അവിടെ ഇതര മതങ്ങൾ ഈക്വൽ സ്റ്റാറ്റസിൽ നിൽക്കുന്നുണ്ടെന്ന് പറയൂ, കാണിച്ചു തരൂ. ഇല്ല. അറബ് രാജ്യങ്ങളിലുണ്ടോ? ഇല്ല. ഇപ്പോൾ പിന്നെ നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ പേരെന്താണ്, സിംഗപ്പൂരാകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമുണ്ടല്ലോ, സൗദി അറേബ്യയല്ല, അതിൻ്റെ ഇപ്പുറത്തുള്ള UAE. അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പോലും ഈക്വൽ സ്റ്റാറ്റസ് ഇല്ല. ഇപ്പം പറയണത് നിങ്ങളും കഴിഞ്ഞോ എന്നാണ് പറയണത്. നിങ്ങൾക്ക് കഴിയാനുള്ള നിങ്ങളുടെ തുല്യ അവകാശം ഒരു ഇസ്ലാമിക രാജ്യങ്ങളിലും അംഗീകരിച്ചിട്ടില്ല, ബംഗ്ലാദേശിലും അതില്ല. അതുകൊണ്ടാണ് ഈ ശങ്കർ ചന്ദ്ര സർക്കാരിനെ പോലെയുള്ള ഒരു കുടുംബസമേതം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നത്. അവർ സംരക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ബംഗ്ലാദേശിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഒരു ഉദാഹരണം മാത്രമാണ് സാറിപ്പം പുറത്തേക്ക് വ്യക്തമാക്കിയത്. ഇനിയെങ്കിലും ഇന്ത്യയൊക്കെ അതിനകത്ത് ഇടപെടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.